ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നേ ദിവസം നമ്മൾക്ക് പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനായിട്ട് പരിശുദ്ധ കത്തോലിക്ക സഭ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 11 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. സുവിശേഷങ്ങൾക്ക് പ്രത്യേകമായി പ്രത്യേകിച്ച് ഈ സുവിശേഷത്തിന് കുറേ ഉള്ളർത്ഥങ്ങൾ ഉള്ള ഒരു ഭാഗങ്ങളാണ് ഈ സുവിശേഷ ഭാഗങ്ങൾ മുഴുവനും. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലൊരു പ്രത്യേകതയാണ്, ഒരു പ്രത്യേകത കാണുന്നത് ഇങ്ങനെയാണ്. ഏതൊരു കാര്യത്തെക്കുറിച്ച് അവൻ പറയുമ്പോഴും അതിൻ്റെ ഇടയിലൂടെ ചെറിയൊരു സൂചനയും കൂടെ നൽകും. അതിൻ്റെ ഇടയിലൂടെ ചെറിയൊരു മറ്റ് ഏതെങ്കിലും ഉദാഹരണം എടുത്ത് സൂചന നൽകും. അപ്പം അതിനെയാണ് മാർക്കൻ സാൻഡ്വിച്ച് എന്ന് വിളിക്കുക. നമ്മൾ സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ടില്ലേ? അപ്പം ഈ സാൻഡ്വിച്ച് പോലെയാണ്. ഈ മുകളിലും താഴെയും ഒരേ സംഭവമാണ്, ഇതിൻ്റെ ഇടയിൽ മറ്റു വേറെ. പക്ഷേ ഇതിൻ്റെ ഇടയിലെ സംഭവമാണ് ഇത് രണ്ടിനും കൂട്ടിച്ചേർക്കുന്നതും രുചി ചേർക്കുന്നതും എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗവും. കർത്താവ് ദേവാലയത്തെക്കുറിച്ചാണ് ആദ്യം ആരംഭിക്കുന്നതും ഏറ്റവും അവസാനിക്കുന്നതും ദേവാലയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നോക്കുക. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കർത്താവ് അത്തിമരത്തിനെ കുറിച്ച് ഉള്ള ഒരു ഉപമയും കൂടെ ചേർത്ത് വെക്കുകയാണ്. അപ്പം എന്തുകൊണ്ടായിരിക്കും ഈ അത്തിമരത്തെക്കുറിച്ച് ചേർത്ത് വെച്ചതും ദേവാലയത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് ചേർത്ത് വെച്ചതെന്ന് നമുക്കൊന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ദേവാലയവും അത്തിമരവും ഒരേ രീതിയിൽ അവൻ വ്യാഖ്യാനിക്കുകയാണ്. നമ്മൾ കണ്ടു സുവിശേഷത്തിൽ കർത്താവ് ദേവാലയത്തിൽ കടന്നു ചെല്ലുന്നു, ദേവാലയത്തിന് ചുറ്റും നോക്കുന്നു. ചുറ്റും നോക്കിക്കഴിഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. അവൻ ഉടനെ ദേവാലയത്തിൽ ചെന്ന ഉടനെ അവനൊന്നും പറയുന്നില്ല. ദേവാലയത്തിൽ കടന്നു ചെന്ന് ചുറ്റും നോക്കുന്നു. അതായത് ദൈവം നമ്മളെ നേരിട്ട് വിധിക്കുകയല്ല, നേരെ മറിച്ച് കടന്നു വന്ന് നമ്മളെ സകലതും ചുറ്റും നോക്കിയിട്ടാണ് വിധിക്കുന്നത്. അപ്പം അതേ രീതിയിൽ ദേവാലയം എന്ന രീതിയിൽ തന്നെ അത്തിമരത്തെയും അവൻ നേരിട്ട് പോയി കാണുകയാണ്. കണ്ടതിന് ശേഷം ഒരു പ്രതിഫലം പോലും ഇല്ലാത്ത അത്തിമരമാണ് എന്ന് കണ്ടപ്പോൾ അവൻ ശപിച്ചു. നീ ഇനി മുതൽ ഒരിക്കൽ പോലും നിനക്കൊരു കാ പോലും ഉണ്ടാകാതിരിക്കട്ടെ, ഒരു പ്രതിഫലം പോലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് അത്തിമരത്തോട് ശപിച്ചു. അത്തിമരം സാധാരണ അത്തിമരത്തിൽ എങ്ങനെയാണ്? വലിയ ഇലകൾ പുറപ്പെടുവിക്കും. വലിയ ഇലകളാണ്, കാണാൻ ഭയങ്കര മനോഹരമാണ്. എല്ലാം അത്തിമരത്തിൽ കണ്ടു കഴിഞ്ഞ് ദൂരെ നിന്ന് അവൻ നോക്കിയപ്പോൾ തന്നെ അവൻ വിചാരിച്ചത് ഇങ്ങനെയാണ്, അതിൽ ഫലങ്ങൾ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചു അവൻ. അപ്പം അത്തിമരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വലിയ ഇലകളും ഇതെല്ലാം. പക്ഷേ ഉള്ളിൽ അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രതിഫലമില്ല, ഒരു കായില്ല. അല്ലെങ്കിൽ വിശക്കുന്നവർക്ക് അതിൽ നിന്ന് ഭക്ഷിക്കുവാനായിട്ടൊരു കായില്ല. അതാണ് അത്തിമരം സൂചിപ്പിക്കുന്നത്. അപ്പം ദേവാലയവും ആ രീതിയിൽ ഉപയോഗിക്കപ്പെടുകയായിരുന്നു. ആ രീതിയിൽ തന്നെ ദേവാലയവും മറ്റ് വെളിയിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ദേവാലയം അതിമനോഹരം. ജെറുസലേം തന്നെ ഏറ്റവും നടുക്ക് ഭാഗത്തായിട്ടാണ് ദേവാലയം സ്ഥിരീകരിക്കുന്നത്. അപ്പം ദേവാലയം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലം എന്നൊക്കെ എല്ലാവരും പ്രസംഗിച്ചും ദേവാലയത്തെക്കുറിച്ച് അനേക ആകർഷണമൊക്കെ നേടിക്കഴിഞ്ഞിട്ടും ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രതിഫലവുമില്ലാത്ത, അല്ലെങ്കിൽ ഒരു ഭക്ഷിക്കുവാൻ പോലും ഒരു സങ്കടത്തോടെ വിശപ്പോടെ ഓടി വരുന്ന മക്കൾക്ക് ഒരു അനുഗ്രഹം പ്രബലമില്ലാത്ത ഒരു അവസ്ഥയായി മാറിക്കൊണ്ടിരുന്ന ദേവാലയത്തെക്കുറിച്ചാണ് ഇങ്ങനെ സൂചിപ്പിക്കുക. നിങ്ങൾ വേറൊരു പ്രത്യേകതയും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. ജെറുസലേമാണ് സ്ഥിരം ഈശോ യാത്ര ചെയ്ത് അവിടെ താമസിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഈശോ ഏറ്റവും കൂടുതലായി സന്ദർശിച്ച സ്ഥലം. ഇത് ബഥാനിയയിലേക്കാണ് പോകുന്നത്. ഈശോ ബഥാനിയയിലേക്കാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയാണ് ഏറ്റവും പരിശുദ്ധമായ സ്ഥലം, ഏറ്റവും വിശുദ്ധമായ സ്ഥലം അശുദ്ധമായി തീരുകയാണ്. അതോടൊപ്പം ബഥാനിയ എന്ന് പറയുന്ന സ്ഥലം സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സ്ഥലമായി മാറുകയാണ്. അതാണ് സൂചിപ്പിക്കുക. അത്തിമരത്തിൻ്റെ ആ ഒരു ഉപമ ഉപയോഗിച്ചാണ് ഇതെല്ലാം കർത്താവ് പറയുകയും ചെയ്യുന്നത്. ആ ദേവാലയത്തിൽ അവൻ കടന്നു ചെന്നപ്പോഴും അവൻ കാണുന്നത് എന്താണ്? കവർച്ചക്കാരുടെ അവസ്ഥയാണ്, വിൽപ്പനക്കാരുടെ അവസ്ഥയാണ്. ആ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ദേവാലയം എന്ന മനോഹരമായ സൃഷ്ടി നമ്മൾ ഓരോരുത്തരും കാണുന്നുണ്ട്. ദേവാലയം ദൈവത്തിൻ്റെ സാന്നിധ്യമായിരിക്കണമെന്നും നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷേ അതിനുള്ളിൽ സംഭവിക്കുന്നത് ഈ പ്രതിഫലമില്ലാത്ത അത്തിമരം പോലെ എല്ലാ കാണാൻ മാത്രം ഏറ്റവും മനോഹരം, അതിനുള്ളിൽ ഒരു ഉള്ളടക്കവുമില്ല. എല്ലാം കവർച്ചക്കാരുടെയും താന്താങ്ങളുടെ തീരുമാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളാണ്. ആ ദേവാലയത്തെ നോക്കിക്കൊണ്ടാണ് കർത്താവ് ആ ദേവാലയത്തിൽ ഉള്ളവ എല്ലാവരെയും അവൻ ഓടിച്ചത്.
നമ്മൾ പലപ്പോഴും ഓർക്കും ഇത് ഈശോ ദേഷ്യം കാണിച്ചായിരിക്കും. അല്ല, ഇതിന് കൃത്യമായ അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നിന്ന് ഈശോ ചൂണ്ടിക്കാണിക്കുന്നത്, പിതാവിൻ്റെ ഭവനമായി തീരേണ്ട ഒരു സ്ഥലമല്ല ഇത്, നിങ്ങൾ എന്തിന് ഇത് കച്ചവടക്കാരുടെ വെറും സ്ഥലമാക്കി മാറ്റുന്നു? ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ സ്ഥലം അതിവിശുദ്ധമാണ്. അപ്പം അത്തിമരത്തെ ശപിച്ചതുപോലെ തന്നെ ഈ ദേവാലയവും തകർന്നു പോകുന്ന അവസ്ഥയാണ് 70-ാം AD നടന്നത്. എന്ത്? ജെറുസലേം ദേവാലയം തകർന്നു പോയി, നശിപ്പിക്കപ്പെട്ടു. കാരണം പ്രതിഫലമില്ലാതെ വെറും രൂപത്തിൽ മാത്രം മനോഹരമായി നിന്ന ദേവാലയം വെറും ഉപകരണമായി മാത്രം മാറുകയാണ്. അതിനുള്ളിൽ ഒരു അർത്ഥവുമില്ലാത്ത ബലികളായിരുന്നു അർപ്പിച്ചുകൊണ്ടിരുന്നത് ആ സമയം. അപ്പം അത്തിമരത്തെ പോലെ തന്നെ അത്തിമരം മനോഹരമായിരുന്നു, അതിനുള്ളിൽ പ്രതിഫലമില്ല, അത് നശിച്ചു പോകുമെന്ന് ഈശോ ശപിച്ചതുപോലെ തന്നെ ഈ ദേവാലയവും തീർന്നു പോവുകയാണ്. പ്രതിഫലം നൽകാത്ത അവസ്ഥകളിൽ ഈ ദേവാലയം തീർന്നു പോകുകയാണ്. വീണ്ടും ഈശോ സന്ദർശിക്കുന്നുണ്ട്, അത്തിമരത്തെ വീണ്ടും കാണുന്നുണ്ട്. പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ, ഇത് കണ്ടോ, നീ ശപിച്ച അത്തിമരമല്ലേ? അപ്പോൾ കർത്താവ് വീണ്ടും ഒരു വലിയൊരു വാഗ്ദാനം നൽകുന്നുണ്ട്. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ, വിശ്വസിച്ച് ഈ മലയോട് ഇവിടെ നിന്ന് മാറിപ്പോകുവാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറിപ്പോകുമെന്ന് വിശ്വസിക്കാൻ കാരണം അത് ശാസ്ത്രീയപരമായി വിശ്വസിക്കാനല്ല, നേരെ മറിച്ച് നിന്റെ മനസ്സിനുള്ള ദൈവത്തിലുള്ള വിശ്വാസം അർപ്പിച്ച് നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കും. അതുകൊണ്ടാണ് ആ ദേവാലയം വീണ്ടും പുനഃസ്ഥാപിച്ചത്. ആ ദേവാലയം വീണ്ടും പണിഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? ദൈവജനം എല്ലാം വിശ്വസിച്ചിരുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞ സ്ഥലം അതായിരുന്നു എന്ന്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നിയമങ്ങളെ ഈ സുവിശേഷ ഭാഗത്തിലെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരാം. പുറമേ മൂടിയുള്ളവരാണോ നമ്മൾ ഓരോരുത്തരും? അത്തിമരം പോലെ കാണാൻ ഏറ്റവും മനോഹരം, ഏറ്റവും വലിയതായ രീതിയിൽ നമ്മൾ നടക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഉള്ളിൽ ഒന്നും കാണുകയില്ല. നമ്മുടെ അടുക്കിലേക്ക് ഓടി വരുന്ന ഒരു മനുഷ്യന് ഒരു ദാഹം തീർക്കുവാനോ അവൻ്റെ വിശപ്പ് തീർക്കുവാനോ ഉള്ള അനുഗ്രഹം പോലും നമ്മുടെ ഉള്ളിൽ കാണാത്ത അവസ്ഥകൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ആ അവസ്ഥകളൊക്കെ മാറണം. ആ അവസ്ഥകളുണ്ടെങ്കിൽ, അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, ഇനി ഒരിക്കലും ഫലം പ്രകടിപ്പിക്കാത്ത അത്തിമരം പോലെ നീ ആയിപ്പോകും. അങ്ങനെ ആകരുത്. നിന്റെ ജീവിതത്തിലൂടെ നീ മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യമായി മാറണം. നിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നവർ ദൈവത്തെ കാണണം. നിന്റെ ഉള്ളിലേക്ക് നിന്റെ അടുത്തേക്ക് കടന്നു വരുന്നവർ ദൈവത്തെ കണ്ടിരിക്കണം. തിരിച്ചു പോകുമ്പോൾ, നിന്നെ സന്ദർശിച്ച് തിരിച്ചു പോകുമ്പോൾ അവൻ ദൈവത്തെ കണ്ടു എന്നുള്ളൊരു ആത്മസമൃദ്ധിയിൽ വേണം തിരിച്ചു പോകുവാനായിട്ട്. നിയമക്കളെ, പലപ്പോഴും നമുക്കത് സാധിക്കാറുണ്ടോ ഇല്ലയോ? അതോ നമ്മുടെ മനസ്സ് വെറും കച്ചവടക്കാരെ പോലെ നമ്മുടെ താന്താങ്ങളുടെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ഒരു കാര്യം നമ്മൾ ഓർക്കണം. അങ്ങനെയാണെങ്കിൽ ഈ നിമിഷം ഇന്ന് പരിശുദ്ധ അൾത്താര മുൻപാകെ നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ മനസ്സിൽ ഈ കച്ചവടക്കാരുടെ അതേ രീതിയിലുള്ള ചിന്തകൾ പോലെ താന്താങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയാണ് കർത്താവ് ഇത്രയും നാളും ജീവിച്ചത്. പക്ഷേ എനിക്ക് വേണ്ടത് അതിമനോഹരമായ ദേവാലയം മാത്രമല്ല, ദൈവാലയത്തിൽ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവാലയത്തിനുള്ളിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നിലുണ്ടാകണം. ഇല്ലെങ്കിൽ ദൈവമക്കളെ തകർന്നു പോകും നമ്മൾ ഓരോരുത്തരും. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ബലിയിൽ കർത്താവെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. മലയോട് മാറിപ്പോകുവാൻ വിശ്വാസത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറിപ്പോകുമെന്ന് പറഞ്ഞ പോലെ തന്നെ വിശ്വസിച്ച് ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ വിശുദ്ധി നൽകണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ താന്താങ്ങളുടെ നേട്ടങ്ങളുടെ ഒരു വിചാരം നൽകാതെ ദൈവ സാന്നിധ്യം കടന്നു വരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പുറമേയുള്ള മോടിയല്ല, ഉള്ളിലെ വിശുദ്ധിയാണ് നമ്മളെ തമ്പുരാൻ്റെ അടുക്കിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഓർക്കാം. വിശുദ്ധിയോടും കൂടി തന്നെ ഈ പരിശുദ്ധിയിൽ ബലിയിൽ നമുക്ക് പങ്കുചേരാം. സുവിശേഷ ഭാഗം അവസാനം പറയുന്നുണ്ട്, ആരോടെങ്കിലും രമ്യതപ്പെടാനുണ്ടെങ്കിൽ രമ്യതപ്പെടുക എന്ന്. അത് സൂചിപ്പിക്കുന്നത് ഇതാണ്, വിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഒരിറ്റ് പോലും, ഒരു നോട്ട പോലും നമ്മൾ ഒരു മനുഷ്യനോട് തിന്മയോടെ ഇരിക്കരുത്. അപ്പോൾ നമ്മുടെ വിശുദ്ധിയോടെ നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്ന് കർത്താവിനെ ഇന്ന് നമുക്ക് സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കാം. ഇന്നത്തെ ദിവസം മുഴുവനും നമ്മുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനും നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഓരോ മക്കളിലേക്കും ദൈവസാന്നിധ്യം ഇന്ന് നിറയുവാനായിട്ടും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ ബലിയിൽ നമുക്ക് പങ്കുചേരാം.